മധ്യ കേരളം പിടിച്ചടക്കാൻ കോൺഗ്രസ് ഇതാ കടന്നു വരികയാണ്. മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്യമാണ് ഇത്തവണ കാണാൻ പോകുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, തൃശൂർ ഈ ജില്ലകളിൽ ഇത്തവണ കോൺഗ്രസ് തൂത്തുവാരാൻ പോകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട എറണാകുളം കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്തു കഴിഞ്ഞു. കപ്പിനും ലിപ്പിനും ഇടയിൽ നഷ്ടമായ എറണാകുളം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഇടതു പക്ഷം കോർപ്പറേഷൻ ഭരിച്ചത് കോൺഗ്രസ് UDF വിമതന്മാരെ ചേർത്ത് പിടിച്ചാണെങ്കിൽ ഇത്തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ തനിച്ചധികാരത്തിലെത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. എറണാകുളം കോർപ്പറേഷൻ മാത്രമല്ല, ജില്ലയിലെ ഭൂരിഭാഗം നഗരസഭകൾ, അതായത് 90% നഗരസഭകൾ, 95% പഞ്ചായത്തുകൾ, 95% ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് ഇതിത്തവണ ഭരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ കേരളത്തിലാകമാനം കോൺഗ്രസ് തോറ്റമ്പിയപ്പോഴും കോൺഗ്രസ് നെഞ്ചുവിരിച്ചു നിന്നത് എറണാകുളം ജില്ലയിലാണ്. കോർപ്പറേഷൻ നഷ്ടപ്പെട്ടെങ്കിലും ജില്ലയിലെ ഭൂരിഭാഗം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഭരിച്ചത് കോൺഗ്രസ് ആണ്. നഗരസഭകൾ ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇവിടെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കാര്യമായ പ്രസക്തിയില്ല. കോൺഗ്രസ് തനിച്ചാണ് തേര് തെളിക്കുന്നത്, കോൺഗ്രസ് തനിച്ചാണ് വില്ലുകുലയ്ക്കുന്നത്. എറണാകുളത്തിന്റെ മണ്ണ് എന്നും കോൺഗ്രസ് അനുകൂല മണ്ണാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കൃത്യമായ സംഘടനാ പ്രവർത്തനം, എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള സംഘടനാ മിഷനറി, താഴെത്തട്ടിൽ സംഘടന ചലിപ്പിച്ച് ബൂത്തുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് പ്രവർത്തകർ കടന്നു ചെല്ലുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി മാറ്റുരച്ചു നോക്കിയാൽ പത്തരമാറ്റിന്റെ തിളക്കത്തോടെ പുറത്തു വരുന്ന മിന്നും താരങ്ങളാണ് ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. അത്തരം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലേണ്ട താമസം മാത്രമാണ് ഇനി എറണാകുളത്ത് ബാക്കിയുള്ളത്. തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ തൃശ്ശൂരിൽ BJP-യെയും CPM-നെയും തറപറ്റിച്ച കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുൻതൂക്കം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടുക്കിയിൽ മലയോര കർഷകന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ ഇടുക്കിയുടെ മണ്ണിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അവരുടെ ജീവിതം ദുസ്സഹമാക്കിയ ഇടതു സർക്കാരിനെതിരായ വിധിയെഴുത്ത് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഇടുക്കിയിലെ വോട്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മണ്ണിന്റെ ഹൃദയം ഇത്തവണ കോൺഗ്രസിനൊപ്പമായിരിക്കും. മലയോരത്തെ ജനത കോൺഗ്രസിന് അനുകൂലമായി ഇത്തവണ വിധി എഴുതാൻ പോവുകയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ, കരിമീനിന്റെയും കയറിന്റെയും നാട്ടിൽ ഇത്തവണ പുന്നപ്രയുടെയും വയലാറിന്റെയും വിപ്ലവ ഓർമ്മകൾ തുളുമ്പുന്ന നാട്ടിൽ ഇത്തവണ കോൺഗ്രസ് അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കി കോൺഗ്രസ് ആലപ്പുഴയിൽ വിസ്മയം തീർക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത കോട്ടയം ജില്ല, കോട്ടയത്ത് കോൺഗ്രസിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവുമാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. റബ്ബർ കർഷകരുടെ ഹൃദയം നൊന്തുകൊണ്ട് അവർ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കാൻ പോവുകയാണ്. കോട്ടയത്തിന്റെ മണ്ണിൽ ഇത്തവണ കോൺഗ്രസ് ചരിത്രം രചിക്കാൻ പോവുകയാണ്. ശബരിമല അയ്യപ്പന്റെ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയുടെ മലയോര മേഖലയും പത്തനംതിട്ടയുടെ നാടും നഗരവും ഇത്തവണ കോൺഗ്രസിനെ ഹൃദയത്തിലേറ്റാൻ പോവുകയാണ്. പത്തനംതിട്ട എന്നും കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ്. കോൺഗ്രസിന്റെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് ആ പത്തനംതിട്ട ജില്ലയിൽ. ഇത്തവണ അത്ഭുതം കോൺഗ്രസ് സൃഷ്ടിക്കുമ്പോൾ മധ്യ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ആ അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്നത്.